സർ പി ജെ കുര്യനെ നമ്മൾ കുറെ നാളുകളായി വേദികളിലൊന്നും കാണുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് വാർത്തകളിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പി ജെ കുര്യൻ ഒരു വേദി ലഭിച്ചപ്പോഴാണെങ്കിൽ അതിതാ വലിയ വിവാദങ്ങളിൽ കലാശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസിനെയാണ് പി ജെ കുര്യൻ വിമർശിച്ചത്. അതിന് അതേ വേദിയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകുകയും ചെയ്തു. പക്ഷേ വിവാദങ്ങൾ അവസാനിച്ചില്ല, ചർച്ചയായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആകെ രമേശ് ചെന്നിത്തലയോ മറ്റോ ആണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സതുദ്ദേശപരമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞൊന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയതാ. ബാക്കി ഗാലറി മുഴുവൻ എതിരാണ് പി ജെ കുര്യന് എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിനകത്ത്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം പി ജെ കുര്യൻ അദ്ദേഹത്തിന്റെ വാർദ്ധക്യ യാത്രയിലാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ടായിരിക്കാം പി ജെ കുര്യന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രസ്താവന വന്നത്? അറിവില്ലായ്മ കൊണ്ടാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് എന്നൊക്കെ നമുക്ക് കരുതാൻ സാധിക്കുമോ? കാരണം പി ജെ കുര്യൻ അത്തരത്തിലുള്ള ഒരു നേതാവല്ല. വളരെ പക്വതയോടെ കാര്യങ്ങൾ അറിയാവുന്ന, രാഷ്ട്രീയം അറിയാവുന്ന, ആ രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മുതിർന്ന നേതാവാണ്. അപ്പോൾ പി ജെ കുര്യന്റെ ഒരു പ്രസ്താവനയെ, യൂത്ത് കോൺഗ്രസിനോടുള്ള ഒരു വിമർശനത്തെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? അത് ശരിയാണ് നേതു. പി ജെ കുര്യന്റെ കാര്യത്തില്, പ്രൊഫസർ പി ജെ കുര്യന്റെ കാര്യത്തിൽ നമുക്കിപ്പോ അത് പറയാൻ പറ്റുന്നത് ഒരു പഴയ നാട്ടുചൊല്ലുണ്ടായിരുന്നു. നമ്മള് ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിക്കുക എന്ന് പറയും. പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പിച്ചും നുള്ളും ഒക്കെ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ എതിരാളി നമ്മളെ ചിലപ്പോൾ പുറത്തൊക്കെ ഇടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മാരകമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞൊരു അനുഭവമാണ് പ്രൊഫസർ പി ജെ കുര്യന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സംഭവിച്ചത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പ്രസംഗിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പറഞ്ഞ വേദി, അതിന്റെ സന്ദർഭം, അവിടെ ആ വേദിയിലിരുന്ന ആളുകള് ഇതിനെ ഒന്നും പരിഗണിക്കാതെ അതിശക്തമായ ഒരു രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം മുമ്പ് നീതു പറഞ്ഞതുപോലെ അദ്ദേഹം പരിണിതപ്രജ്ഞനാണ്. വളരെയേറെ അനുഭവ സമ്പത്തുള്ള 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഏതാണ്ട് 6 തവണ ഇടുക്കി, മാവേലിക്കര പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് MP ആയിട്ടുള്ള ആളാണ്. കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുള്ള ആളാണ്. കോൺഗ്രസിന്റെ വളരെ അനിശ്ചിതനായ നേതാവാണ്. അതോടൊപ്പം തന്നെ ലോക്സഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ, സഭ നിയന്ത്രിച്ചിരുന്ന രണ്ടാമത്തെ ഉപരാഷ്ട്രപതി കഴിഞ്ഞ ഡെപ്യൂട്ടി ചെയർമാനായിട്ടിരുന്ന ആളാണ്. അങ്ങനെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് പി ജെ കുര്യൻ. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഒരു അധിവാക്ക് വീഴുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം സഭ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ്, അംഗങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ്. എന്ത് പറയണം, എവിടെ പറയണം, എപ്പോൾ പറയണം എന്നതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്നത്. അദ്ദേഹത്തിന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരാമർശം കേരള രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചയായിരിക്കുകയാണ്. വളരെയേറെ ചർച്ചയും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറക്കാനൊക്കാത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് താഴെ വരുന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ, നമ്മുടെ പുതിയ ഭാഷയിലെ കുട്ടികളുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആറ്റുകാൽ പൊങ്കാലയെക്കാട്ടിൽ പറ്റുന്ന പൊങ്കാല എണ്ണത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളെ വിമർശിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരതിനെ അദ്ദേഹത്തിന്റെ വലിയ പരിജ്ഞാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒന്നും അവർ കണക്കാക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ കുറിച്ചാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ കുറിച്ച് പറഞ്ഞ വേദിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹമാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ പാലക്കാട്ട് നിന്നാണ് ഇപ്പൊ MLA ആയിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം കൂടെ വേദിയിൽ ഇരിക്കുന്ന സമയത്താണ് പ്രൊഫസർ കുര്യനിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം സർവകലാശാലയിലും മറ്റും SFI നടത്തുന്ന സമരം, ആ സമരം അതാണോ അദ്ദേഹത്തെ ആവേശം കൊള്ളിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ള SFIയുടെ സമരവീര്യം യൂത്ത് കോൺഗ്രസിനും ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് പ്രൊഫസർ കുര്യന്റെ പരാമർശം. ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിക്കുന്ന കാലത്താണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം എന്ന് എനിക്ക് ഓർമ്മയില്ല. നേരെ കോൺഗ്രസിലായിരുന്നു. അദ്ദേഹം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു. അവിടെ നിന്നാണ് നേരെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ പാരമ്പര്യം ഇതൊന്നുമല്ല. അവര് സമരവീര്യമുള്ള സംഘടനയാണ്.
അവര് വിഷയങ്ങൾ എടുത്തുകൊണ്ട് വളരെയേറെ സമരം, പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിനായിട്ട് എന്ത് മാർഗത്തിലും ഒരു സമരം ചെയ്യും. എന്ന് വെച്ചാൽ അഗ്രമാർഗങ്ങളെയല്ല അദ്ദേഹം സ്വാധീകരിക്കുന്നത്. അത്തരം വീര്യമുള്ള പ്രവർത്തകരെ ഒന്നും ഇപ്പൊ യൂത്ത് കോൺഗ്രസിൽ കാണുന്നില്ല. അവരെല്ലാവരും മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതാണ് അദ്ദേഹം ഇൻഡയറക്ട്ലി പറഞ്ഞ് സൂചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലാണ് കാണുന്നതെന്നാണ് പറയുന്നത്. പണ്ടും ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രം കാണുക, അല്ലെങ്കിൽ അലക്കി തേച്ച ഷർട്ടും മറ്റും ഇട്ട്. ഇപ്പം പുതിയ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോൺ, പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് കയ്യിൽ ഒരു മൊബൈൽ ഫോൺ അവരുടെ കാണും. എന്നിട്ട് വന്ന് ചാനൽ മുമ്പിലോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഒക്കെ സംസാരിച്ച ശേഷം സ്വസ്ഥമായിട്ട് വീട്ടിൽ പോവുക. അതല്ലാതെ പൊതുവേദിയിൽ ഇറങ്ങി ഒരു വിഷയത്തെ ഗൗരവമായിട്ട് ചർച്ചയ്ക്ക് എടുക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടി വന്നാൽ സമരം നടത്തുന്നതിനും സത്യമായൊരു സംഘടനയായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിന്റെ വീര്യം നഷ്ടപ്പെട്ടു പോയി എന്നാണ് പ്രൊഫസർ കുര്യൻ ആ വേദി വെച്ച് അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിന് അത് പറയുന്നതിനകത്ത് 2-3 വശങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പത്തനംതിട്ട ജില്ല അദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം MP ആയി വന്നതിന് ശേഷം വർഷങ്ങൾ, ഏതാണ്ട് 10, 20, 30 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട DCCയെ അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് പ്രൊഫസർ കുര്യനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റുമില്ല. കാരണം വളരെ സീനിയർ നേതാവാണ്, ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന നേതാവാണ്. DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സാധുക്കളായ ആളുകളാണ്, അവർക്കൊന്നും അത്ര വലിയ പിടിപാടൊന്നും ഡൽഹിയിലില്ലല്ലോ. അപ്പൊ പ്രൊഫസർ കുര്യനായിരുന്നു പത്തനംതിട്ട DCCയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആകണം, ആരൊക്കെ പാർട്ടിയുടെ ഭാരവാഹികളാകണം, ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ. രാവിലെ പടുതോടിലെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്കടുത്ത പടുതോടാണ് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെന്ന അഭിപ്രായങ്ങള് കേൾക്കുന്നതിനും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് അത്തരം കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് പ്രായമായി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പിരിയുന്ന കാലമായി. ആ സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയുള്ള നേതൃത്വത്തെ, ഇനിയും നമ്മൾ പറയുന്നില്ല വൃദ്ധ നേതൃത്വത്തെ നമ്മൾ ഇനിയും നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ തോന്നാം. അത് യൂത്ത് കോൺഗ്രസ് കുട്ടികൾക്ക് തോന്നാം. യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ കുട്ടികളാണല്ലോ, അവർക്ക് തോന്നാം. സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്തൊരു പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. വയലാർ രവിയൊക്കെ പാർട്ടിയെ വിമർശിക്കുന്ന കാലത്ത് വയലാർ രവിക്ക് 35 വയസ്സുള്ള സമയത്താണല്ലോ വിമർശനം ഒക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട വിമർശനങ്ങൾ നടത്തിയ നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം പ്രൊഫസർ കുര്യനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് ഒരു കാരണമായിട്ട് തോന്നുന്നത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാല്, പത്തനംതിട്ട DCCയിൽ ഇപ്പോൾ ഉള്ള ഭാരവാഹികൾ, പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ എന്ന് പറയുന്നത് പ്രൊഫസർ കുര്യൻ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരാണ്. അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരാണ് പത്തനംതിട്ട DCCയുടെ ചുമതല വഹിക്കുന്നതിൽ നല്ലൊരു ശതമാനം നേതാക്കന്മാരും. അപ്പൊ അദ്ദേഹത്തോട് വളരെ വിധേയത്വമുള്ള ആളാണ്, വളരെ വിധേയത്വമുള്ള പ്രവർത്തകരാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ക്ഷണിച്ചത് തന്നെ, ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് തന്നെ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം കാണുന്നത്, രാഹുൽ മാങ്കൂട്ടം മുമ്പേ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് അദ്ദേഹത്തിന്റെ സ്വദേശമെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ അത്രയേറെ രാഷ്ട്രീയം നടത്തി, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലോ KSUവിലോ അത്ര വലിയ രാഷ്ട്രീയം നടത്തിയിട്ടുള്ള ഒരാളല്ല രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ചും അത്തരത്തിൽ ജില്ലയ്ക്ക് പുറത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്ന ഒരാള് പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ അങ്ങ് ഉയർന്നു കയറി വന്നു. അപ്പൊ രാഹുലിന് മോഹങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് ആർക്കുണ്ടാകുന്ന ഒരു മോഹങ്ങൾ പോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഏതെങ്കിലും അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം, MLA ആകണം എന്നുള്ള മോഹങ്ങൾ. വളരെ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. രാഹുൽ ഇപ്പൊ അവിടുത്തെ പഴയ തലമുറ നേതാക്കന്മാരുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ വളരെ പെട്ടെന്ന് മുന്നോട്ട് ഒരുപാട് ഓടിക്കയറിയ നേതാവാണ്. അപ്പൊ പഴയ നേതാക്കന്മാരെ വിഷമം പ്രകടിപ്പിക്കുന്നതിൽ നമുക്ക് അതിനകത്തിൽ അവരെ കുറ്റപ്പെടുത്താനും കഴിയുകയില്ല. ഒരുപാട് സീനിയർ നേതാക്കന്മാർ അവിടെ കിടപ്പുണ്ട്, തഴയപ്പെട്ടും കിടക്കുന്നുണ്ട്. അതിനിടയിൽ രാഹുൽ മുന്നോട്ട് ഓടി വന്നു. രാഹുൽ മിടുക്കനായ ഒരു നേതാവാണ്. അതുകൊണ്ടാണല്ലോ അവർ എതിരാളികൾ വിശേഷിപ്പിക്കുന്നത്, ഇയാൾ ഏണിപ്പടികൾ നോക്കി പോകുന്ന ആളാണെന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഏണിപ്പടികൾ നോക്കുക, അതെ, ക്ലൈംബർ എന്നാണ് അവർ എതിരാളികൾ ചില ഇതിനകത്തിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മിടുക്കനാണ്. ഇതൊരു കലയാണല്ലോ, അദ്ദേഹത്തിന് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം. അതിനിപ്പോ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയത്തില് അദ്ദേഹത്തിന്റെ ഒരു ഗോഡ് ഫാദറെ കണ്ടെത്തി, ശ്രീ ഷാഫി പറമ്പിലിനെ കണ്ടെത്തി. ഷാഫി പറമ്പില് രാജിവെച്ച സീറ്റ്, പാലക്കാട് മണ്ഡലത്തിൽ രാജിവെച്ച സീറ്റിലേക്ക് രാഹുലിന്റെ പേരിനെ ഷാഫിയാണ് നിർദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ വായിച്ചറിഞ്ഞിട്ടുള്ളത്. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. ഷാഫിയെ പോലെ താരതമ്യേനായ ഒരു ജൂനിയർ നേതാവ്
ഞാനിവിടെ നിന്ന് പാലക്കാട് അസംബ്ലി മണ്ഡലം രാജിവെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആളിന് ഈ സീറ്റ് കൊടുക്കണം. അതായിരുന്നു കോൺഗ്രസിന് മുന്നിൽ വെച്ച നിർദ്ദേശം. അതിന്റെ പേരിൽ എന്തെല്ലാം സംഭവങ്ങൾ അതിനകത്തുണ്ടായി. വടകരയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട മുരളീധരൻ, അവിടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്ന മുരളീധരനെ അവിടെ നിന്ന് തൃശ്ശൂരേക്ക് മാറ്റി. അവസാനം മുരളീധരൻ തൃശ്ശൂരിൽ തോക്കുകയും ചെയ്തു. ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും വിജയിച്ചു കയറി, എം പി ആയിട്ടും MLA-മാരായിട്ട് വിജയിച്ചു കയറി. അപ്പൊ അങ്ങനെ വരുമ്പോഴേ രാഹുലിനോടൊരു വിരോധം പത്തനംതിട്ട ജില്ലയില് പൊതുവെ കോൺഗ്രസ് കമ്മിറ്റിയിൽ കുറെ ആളുകൾക്കുണ്ട്. ഇയാള് ഈ മുരളീധരനെ കുറിച്ച് കൊണ്ട് പറഞ്ഞ പോലെ മൂക്കാതെ പഴുത്തൊരു പഴമാണ് എന്നൊരു ഒരു അഭിപ്രായം പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ്സുകാർക്കിടെ കുറച്ച് നല്ല ശതമാനം കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഹുലിനെ പരസ്യമായിട്ട് വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഒരാക്രമണം നടത്തുക, ഒരു പക്ഷെങ്കിൽ അതിന് DCCയിലെ ആരുടെയും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ അദ്ദേഹത്തെ കുര്യന് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം DCCയുടെ ഭാരവാഹികൾക്കാർക്ക് ഇപ്പൊ രാഹുലിനെ വേദിയിലിരുത്തി വിമർശിക്കത്തക്ക കഴിവുള്ള ആളുകളല്ല. അവരങ്ങനെ പരസ്യമായിട്ട് അങ്ങനെ വിമർശിക്കത്തില്ല. പക്ഷേ കുര്യനത് പറയാൻ പറ്റും. പ്രൊഫസർ കുര്യനെ സംബന്ധിച്ചിടത്തോളം സീനിയർ നേതാവാണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റും. അപ്പൊ പാർട്ടിയെ സതുദ്ദേശത്തോട് പറയുന്നതാണെന്നുള്ള മട്ടിലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അതങ്ങനെ സംസാരിച്ചു വെച്ചത്. പക്ഷെ അതിന്റെ റിസൾട്ട് ഇപ്പൊ എന്താ സംഭവിച്ചേക്കുന്നത്? എന്തൊരു ശക്തമായ പ്രതികരണമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ശക്തമായ വിമർശനമാണ്. പറഞ്ഞിപ്പോ അവിടെ എവിടെ വരെ എത്തി. കുര്യനെ വൃദ്ധനായിട്ട് പറയുന്നു, അദ്ദേഹം വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കണം, എവിടെങ്കിലും അടങ്ങിയിരിക്കണം, പണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും സമരവീര്യമുള്ള സംഘടനയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് വന്നൊരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം നമ്മൾ കണ്ടില്ലേ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ കരിങ്കൊടി കാണിച്ച ഒരു നേതാവ്, അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചേർന്ന നേതാവിന്റെ വിമർശനം കണ്ടില്ലേ. അദ്ദേഹമാണ് അതിശക്തമായിട്ട് PJ കുര്യനെ ഈ വിഷയത്തെ വിമർശിച്ചത്. പിന്നീട് അവസാനം ഇപ്പോഴ് സൂര്യനെല്ലി എല്ലാവരും മറക്കാനും, പ്രൊഫസർ കുര്യൻ അടക്കം കേരള രാഷ്ട്രീയത്തിലൊരു ആളുകളൊക്കെ മറക്കാനിരുന്നൊരു വിഷയമായിരുന്നു അത്. സൂര്യനെല്ലി ഒരു ചെറിയ പെൺകുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പീഡന കേസ്, അതിനകത്ത് അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. കേസിൽ അദ്ദേഹം പ്രതിസ്ഥാനത്ത് വരികയും ചെയ്തിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്താണ്. മന്ത്രിയായിരിക്കുന്ന കാലത്ത് കുമളി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഉപദ്രവിച്ചു എന്നുള്ള തരത്തിലായിരുന്നു അതിന്റെ കേസ് വന്നിരുന്നത്. പക്ഷേ ആ കേസ് പിന്നീട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള മറ്റാരുമാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മൊഴിയിൽ വന്ന വൈരുദ്ധ്യമോ എന്തൊക്കെയോ ആണ് അതിനകത്തിൽ വന്നത്. എന്തായാലും പ്രൊഫസർ കുര്യനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ് പിന്നെ അദ്ദേഹം രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻഷിപ്പിലൊക്കെ വന്ന ശേഷമാണ് പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിൽ വിരമിച്ച് പിന്നെ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വന്ന ശേഷം അദ്ദേഹത്തിന് വലിയ വേദികളൊന്നും കിട്ടിയിരുന്നില്ല. അത്യാവശ്യം KCCയുടെ സമിതികളിലും രാഷ്ട്രീയ യോഗങ്ങളിലും ഒക്കെ സംബന്ധിക്കുമെന്നുള്ളതല്ലാതെ പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് പോലും അദ്ദേഹത്തിന് അധികം വേദികൾ കിട്ടിയിരുന്നില്ല. അപ്പൊ തന്നെ അങ്ങനെ ഒഴിവാക്കുകയാണോ, ഇത്രയും സീനിയർ നേതാവായ തന്നെ അങ്ങനെ ഒഴിവാക്കുകയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായി കാണും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പത്തനം DCCയിൽ നിന്ന് ആരെങ്കിലും നിർദ്ദേശങ്ങൾ, ഒരു ആക്രമണ സ്വഭാവം വേണം എന്നുള്ളത് കരുതലുമാകാം. എന്താണെങ്കിലും അറിയാതെ പറഞ്ഞതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു സൂചനയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറയുന്നത്, ഞാനത് കൃത്യമായി തന്നെ പറഞ്ഞതാണ്, ഞാനത് വെറുതെ പറഞ്ഞതല്ല, ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞ കാര്യമാണത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടിക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കുര്യൻ പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം തിരിച്ച് മറുപടി പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സമരവീര്യമുണ്ട്, ഞങ്ങളതിന്റെ പാരമ്പര്യമുണ്ട്, ഞങ്ങളെ ഇപ്പൊ അങ്ങനെ പൊതുവേദി കാണുന്നില്ലെങ്കിലും ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിയെ സജ്ജമാക്കുന്നതിന് തയ്യാറാകണമെന്ന് രാഹുൽ അന്നേരം തന്നെ മറുപടി പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് കുര്യന്റെ ഇന്നത്തെ മറുപടിയും വരുന്നത്. ഞാൻ സതുദ്ദേശത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത്, പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ വാക്കെന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നിലമ്പൂരിൽ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനം കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്തിൽ രാഷ്ട്രീയമുണ്ട്, അതിനകത്തില് ചില അപകടം പിടിച്ച സൂചനയുണ്ടെന്നാണ് തോന്നുന്നത്. നിലമ്പൂരിൽ ഇതുപോലെ തന്നെയായിരുന്നു. ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്കുള്ള നീക്കങ്ങളായിരുന്നു. അദ്ദേഹം അവിടെ കണ്ട 3000-ഓളം വീടുകൾ കയറി, 10,000-കണക്കിന് ആളുകളെ, 100 ആളുകളെ കണ്ടു, അവരോടൊക്കെ വോട്ടഭ്യർത്ഥിച്ചു എന്നൊക്കെയുള്ള പ്രചരണമുണ്ട്. അന്ന് ചാണ്ടി ഉമ്മനോടൊപ്പം മറ്റാരുമില്ലായിരുന്നു, വളരെ സീനിയർ നേതാക്കന്മാർ ആരുമില്ലായിരുന്നു. വളരെ ജൂനിയർ ലെവലിലുള്ള നേതാക്കന്മാരുമായിട്ടാണ് ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്കായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയോ പിന്നെ MLA-മാരെ MP-മാരെ ആരും അദ്ദേഹം കൂടെ കൂട്ടിയിരുന്നില്ല. അപ്പൊ കോൺഗ്രസിനകത്ത് അത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനകത്തില് ഒരു ഗ്രൂപ്പിസം വളരുന്നു എന്നൊരു സംശയം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പ് വളരെ സജീവമായിട്ട്, പ്രത്യേകിച്ച് A ഗ്രൂപ്പാണ്,
കുര്യൻ എ ഗ്രൂപ്പുകാരനായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു എ ഗ്രൂപ്പ് യൂത്ത് കോൺഗ്രസിനകത്ത് വളർന്നു വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവര് ചാണ്ടിയുമ്മനെയൊക്കെ എന്ന് പറഞ്ഞ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവരുടെ പ്രതിനിധിയായിട്ടാണ് ചാണ്ടിയുമ്മനെ കണക്കാക്കുന്നത്. മറ്റു ചില ആളുകളെ അവർ കണക്കാക്കുന്നത് അങ്ങനെയല്ല. അവർ വിയർക്കുന്നില്ല, വിയർക്കാതെ പൗഡർ കുട്ടപ്പന്മാർ, പണ്ട് നടത്തിയ ഒരു പ്രയോഗമാണ്, പൗഡർ കുട്ടന്മാരായിട്ട് നടക്കുകയാണ്, റീൽസ് ഇട്ടേച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലൊരു നല്ല ഗ്രൂപ്പിസത്തിന്റെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസിനകത്ത്. അതിനൊരു എരുതിയിലൊരു എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണോ എന്ന് കുര്യൻ ചെയ്തെന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എ ഗ്രൂപ്പ് രാഷ്ട്രീയ, പ്രത്യേക യൂത്ത് കോൺഗ്രസിലെ പഴയ എ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രൊഫസർ കുര്യന്റെ ഇന്നത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.